അന്ന് ഞാൻ ജാക്കിന് പണിയെടുത്തപ്പോൾ ജാക്ക് എനിക്ക് തിരിച്ചു തന്ന പണിയാണ് ഗൈസ് ഞാനിങ്ങനെ ചെറുതായി പോയത്. ഇതുവരെ അവൻ എന്നെ ശരിയാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നെങ്കിലും ഞാൻ ആ ശരിയാക്കാനുള്ള ഇത് ചോദിക്കും ഗൈസ്. അപ്പം ഞാൻ ഇന്നും വന്നിരിക്കുകയാണ് അവനിക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. അയ്യോ അവൻ കാണണ്ട, ഇന്ന് എൻ്റെ ഒക്കെ ഉള്ളത് തും സഹൂർ ആയ പോലെ തന്നെ വേറൊരു പൊടിയാണ്. അപ്പോൾ ഇത് ഞാൻ അവൻ്റെ ഫുഡിൽ കലർത്താൻ പോവുകയാണ്. എന്നിട്ട് നിങ്ങൾ ബാക്കി കാണും. ഓക്കെ, നമുക്കിത് ഇതിലേക്ക് കയറാം. ഇത് ഞാൻ അവൻ അറിയാണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇവന് ഇവിടെയാണ് ഫുഡ് കഴിക്കാനിരിക്കുന്നത്. ഇവൻ്റെ ഫുഡ് എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇവൻ്റെ ഫുഡിൽ ഇത് കലർത്തും ഗൈസ്. യെസ് ഗൈസ്, ഞാൻ അങ്ങനെ ഫുഡിൽ കലർത്തിയിട്ടുണ്ട്. അവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചിക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ ഓക്കെ, ദാ ഞാനങ്ങനെ ജാക്കിൻ്റെ ഫുഡിൽ കലർത്തിയിട്ടാ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജാക്കിന് എന്താ സംഭവിക്കുന്നത് കാണാം. ബോഡിയൊക്കെ ഫിറ്റാകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യണം. ഇപ്പം എൻ്റെ ബോഡി കുറച്ചും കൂടി ഫിറ്റാണ് പണ്ടത്തേനേക്കാളും. ഇപ്പം തിന്നാനുള്ള സമയമായി. എടാ ടി വി നോക്കാണ്ട് എനിക്ക് എന്തെങ്കിലും തിന്നാന്താടോ? ആ ജാക്ക് ഏതാ താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കേടാ. നല്ല വിശപ്പുണ്ട്. പെട്ടെന്ന് തിന്നിട്ട് പോവാലോ, കുറച്ച് പണിയുണ്ട്. ഗൈസ്, ഇന്നും ആ ഫുഡിൽ എന്തോ എനിക്ക് കശകിശപ്പ് തോന്നി ഗൈസ്. ഇന്ന് എൻ്റെ വയറിന് എന്തോ സംഭവിക്കുന്ന മാതിരി ഉണ്ട് ഗൈസ്. അയ്യോ, അന്ന് സംഭവിച്ച മാതിരി എനിക്കിപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു ഗൈസ്. അയ്യോ അയ്യോ അയ്യോ, ഇതെന്താണ്? ഇതെന്ത് ജീവിയാണ്? ഇത് നമ്മളെ ഈ ബ്രെയിൻ റൂട്ടിലെ നമ്മളെ തും സവർണ മാതിരിയുള്ള വേറൊരു ജീവി ഉണ്ടല്ലോ. എന്താണ് ഇതിൻ്റെ പേര്? എന്തായിരുന്നു? കാപ്പുച്ചീനോ അസാസിനോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ആയിട്ടുള്ളത്. ഇതെനിക്ക് തോന്നി മൂട്ട് തന്ന പണി തന്നെയാണെന്ന് അവനോട് ചോദിച്ചു നോക്കട്ടെ ഗൈസ്. പക്ഷേ ഇതിനെന്താ വേറെ തന്നെ ഒരു രൂപമാണ് ഗൈസ്. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ കലങ്ങി എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നത് ആ മോട്ടുവിൻ്റെ മരുന്ന് അത്ര ഫലിച്ചില്ലാന്ന്. ഓക്കെ, എടാ ഇതെന്താടാ ഞാനായിട്ടുള്ളത്? ഇതാരാണ്? എടാ നിനക്കെന്തോ അറിയില്ല അല്ലേ? നിനക്കെന്തോ അറിയില്ല അല്ലേ? ഇല്ല, ഇതാരാണ്? എനിക്ക് മനസ്സിലായില്ല സത്യം. ഇത് ഞാനാടാ ജാക്ക്. ജാക്ക്, ഇതെന്താ സംഭവിച്ചേ? എടാ ഇത് നിനക്കറിയില്ലടാ എന്താ സംഭവിച്ചതെന്ന്. അയ്യോ, എനിക്ക് സത്യമായിട്ട് അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. എന്താടാ ഇത്? ഞാൻ ആരോ വരുന്നത് കണ്ട് എനിക്ക് തോന്നുന്നത് മോട്ടു ആണെന്ന്. അപ്പം അവൻ തന്നെ ആയിരിക്കും അല്ലേ? ഇവനെ എനിക്ക് തിരിച്ച് പണി തന്നു കൈസ്. അതിൽ നമുക്ക് അവൻ്റെ വീട്ടിൽ പോയി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ മോട്ടുവിൻ്റെ വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ മോട്ടൊക്കെ താമസം, അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, അവനോട് തന്നെ ചോദിക്കാം കൈസ്, എന്താണ് നീ ഇങ്ങനെ എന്നെ ചെയ്തെന്ന്. ഓക്കെ, അതെ മോട്ടു. ഇതാരാ? ജാക്കാണല്ലേ? ആടാ ഇത് ഞാൻ തന്നെ. നീ എന്താടാ എന്നെ ഇങ്ങനെ പണിഞ്ഞോണ്ടിരിക്കുന്നേ? അതെന്താന്ന് വെച്ചാണ്ടല്ലോ, എന്നെ താന് ശരിയാക്കിയിട്ടില്ല ഇതുവരെ. അയ്യോ അതിനായിരുന്നോ? എടാ അത് മറന്നോയതാടാ. പിന്നെ ഇവരോട് കമൻ്റ് ഇടാൻ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞത് നിന്നെ ശരിയാക്കണ്ടെന്നാണ്. എടാ ജാക്ക പ്ലീസ് എന്നൊന്ന് ശരിയാക്ക്. എന്നാ നീ എന്നെ ശരിയാക്കി തരുമോ? ഓക്കെ, ഞാൻ എന്തായാലും ശരിയാക്കി തരാം. ഓക്കെ, അപ്പം നീ ഇവിടെ വെയിറ്റ് ചെയ്യ്. ഇപ്പം എൻ്റെ ഒക്കെ ആൻറ്റിഡോട്ടില്ല. അപ്പോൾ ആ കാട്ടിലൊരു സയൻറ്റിസ്റ്റ് ഉണ്ടല്ലോ, അയാളോട് നീ വാങ്ങിയിട്ട് വരാണോ? അയാളോട് ഞാൻ വാങ്ങിയിട്ട് വരാം. അതുവരെയ്ക്കും നീ അവിടെ വെയിറ്റ് ചെയ്യട്ടോ. ഓക്കേടാ, നീയും കയറിക്കോ. സോ ഗൈസ്, ഞാനും മോട്ടുവും കൂടി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ മോട്ടു ഇതാണ് കേട്ടോ ആ കാട്ടിലെ സയൻറ്റിസ്റ്റ് അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ്. അപ്പോൾ നീ ഇവിടെ കിഞ്ഞോളൂ. ഇവിടെ സിംഹങ്ങളൊക്കെ ഉണ്ട്, ഇതാ സൂക്ഷിക്കണം കേട്ടോ. സയൻറ്റിസ്റ്റ് സയൻറ്റിസ്റ്റേ, പിന്നെ ഉണ്ടല്ലോ ഇതാണ് മോട്ടു ഇങ്ങോട്ട് വാടാ, കയറി വാ. അപ്പോൾ ഇതാണ് മോട്ടു. ഇവനുണ്ടല്ലേ ചെറുതായതാണ്. ഞാൻ ഒരു മന്ത്രവാദിയുടെ മരുന്ന് കൊടുത്തിട്ട് ഇവനെ ഞാൻ ചെറുതാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇവനെ ഇനി വലുതാക്കണം, സാധാ രൂപത്തിലേക്ക് എത്തിക്കണം. അങ്ങനെയാണല്ലേ? അപ്പം അതിന് മരുന്ന് വേണമായിരിക്കും അല്ലേ? അതിന് മരുന്ന് വേണം. അത് നിനക്ക് ഞാൻ വെറുതെ തരൂല കേട്ടോ, നീ അതിന് കുറച്ച് ടാസ്ക് ചെയ്യണം. അയ്യോ വേണ്ട സയൻറ്റിസ്റ്റേ, പെട്ടെന്നൊന്ന് ശരിയാക്കി താ. ഇല്ലടാ, അതിന് കുറച്ച് പണിയുണ്ട്. ഓക്കെ സയൻറ്റിസ്റ്റ് പറയും. അപ്പോൾ ഒന്നാമത് ഈ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബൊക്കെ കുറവാണ്. അതുകൊണ്ട് എൻ്റെ വ്യൂവേഴ്സിനോട് പറ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് ലൈക്കും കൂടി ചെയ്യാൻ പറ, എന്നാലും ഞാൻ നിങ്ങൾക്ക് ബാക്കി ചെയ്തു തരാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബിലേക്ക് ചെയ്യണേ. നമുക്ക് ഹെൽപ്പ് ആക്കണ്ടേ? ഓക്കെ അതിനെന്താണ്? ഈ സിറ്റിയിലൊരു റയറസ്റ്റ് ആയിട്ടുള്ളൊരു കാറുണ്ട്. തും സഹൂറിൻ്റെ ഒരു കാറാണ്. അപ്പോൾ
ആ കാറ് കാണാൻ തുങ് തുങ് സഹൂറിനൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ കാർ നീ കണ്ടുപിടിച്ച് എനിക്ക് കൊണ്ടുതരണം. അയ്യോ അതെവിടെയാ കിട്ടാ? അത് ഈ മാപ്പിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നിൽ ഉണ്ടാവും. റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നിലോ? ഓക്കെ, അപ്പോൾ ഞാനത് കൊണ്ടുതരണം അല്ലേ? അത് കൊണ്ടുതരണം. ഓക്കെ, അപ്പോൾ മോട്ടു നീ ഇവിടെ നിൽക്ക് കേട്ടോ, ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെടാ ജാക്ക. നമ്മളെ സയൻറ്റിസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് അയാൾക്ക് ഒരു തുങ് 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 സഹൂറിൻ്റെ ഒരു കാറ് വേണമെന്ന്. ഓക്കെ, അപ്പോൾ അത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നിലുണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ഭാഗത്തായിരിക്കും അതുള്ളത്. ഓക്കെ ഗൈസ്, നമ്മളൊരു വിചിത്രമായ ഒരു കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെന്താണ് ഗൈസ് ഇങ്ങനെ? ഇത് ഭയങ്കര കോമഡിയാണല്ലോ. അയ്യോ, തുങ് തുങ് സഹൂറിനെ കടത്തിയിട്ട് അതിനെ 4 ടയർ വെച്ചെടുത്ത മാതിരി ഉണ്ട്. ഓക്കെ, അതെ, ഇത് ജീവനുള്ളതാണോ? അയ്യോ, എന്താണ് സംഭവം? ഓക്കെ, ഇതെന്തോ വെറൈറ്റി കാറാണ്. ഓക്കെ, ഇത് ഓടിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇത് സയൻറ്റിസ്റ്റിന് കൊടുക്കാം. ബൈക്ക് തൽക്കാലം അവിടെ നിൽക്കട്ടെ കേട്ടോ. നമുക്ക് മെയിൻ നമ്മൾ ശരിയാണോ? ഓക്കെ, കള്ള മൂട്ടം എന്തൊക്കെയോ പണി തന്നിട്ട് നമുക്ക് എന്തായാലും ഇത് കൊണ്ട് കൊടുക്കാം. ഇത് ഭയങ്കര കോമഡി കേട്ടോ. അയ്യോ, ഞാൻ അങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ തുങ് 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 സഹൂറിൻ്റെ വിചിത്രമായ കാറ് നമുക്കിതാ ഇവിടെ നിർത്തിയിടാം. നമുക്ക് സയൻറ്റിസ്റ്റിനോട് പറയാം. ഓക്കെ, ഇങ്ങോട്ട് വാ. അതെ സയൻറ്റിസ്റ്റേ, പുറത്ത് ഞാൻ ആ തുങ് 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 സഹൂറിൻ്റെ വിചിത്രമായ കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കേടാ, താങ്ക് യു കേട്ടോ. ഓക്കെ, എന്തായാലും ആ മരുന്ന് ഇവനെ ശരിയാക്കാനുള്ള. ഓക്കെ, ഇന്നാ പിടിച്ചോ. ഓക്കെ, ബാ മോട്ടു, നമുക്ക് ശരിയാക്കാലോ. ഓക്കെ, ഇപ്പം എന്തായാലും നിന്നെ ശരിയാക്കാനുള്ള മരുന്ന് എൻ്റെയൊക്കെയുണ്ട്, എന്നെ ശരിയാക്കാനുള്ള മരുന്ന് നിൻ്റെയൊക്കെയുണ്ട്. നീ എനിക്ക് ആ മരുന്ന് ഞാൻ നിനക്ക് ഈ മരുന്ന് തരാം. ഓക്കെടാ ജാക്ക, ഇന്നോ. ഓക്കെ, എന്നാ. ഓക്കെ, അപ്പോൾ നീ ആദ്യം കുടിക്ക്. ആഹാ, നീ ശരിയായല്ലോ. ഇനി ഞാൻ കുടിക്കാം. യെസ്, അങ്ങനെ ഞാനും ശരിയായി. ഇപ്പോൾ നമ്മളെൻ്റെ അവിടെ ശരിയായില്ലേ? ആടാ ശരിയായി. ഓക്കെ, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഓക്കെടാ ജാക്ക. സോ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.